നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴ ലഭിക്കും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ, ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും ഉള്ളത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. 8-ാം തീയതി വരെ സംസ്ഥാനത്ത് മഴ തുടരും. കേരള തീരത്തിൽ നിന്ന് കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. വരുന്ന ആഴ്ചയിലും സംസ്ഥാനത്ത് മഴ കിട്ടിയേക്കും. കടലിൽ ശക്തി പ്രാപിക്കുന്ന ചുഴലിക്കാറ്റ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. മഴ ഭാഗികമായി മാറി നിന്നതോടുകൂടി കോട്ടയത്ത് മഴക്കെടുതിയിൽ വലയുന്നവർക്ക് ആശ്വാസമായി. മീനച്ചിലാറിലെ ജലനിരപ്പ് പാലയിൽ നിന്ന് 10 അടിയായി താഴ്ന്നിട്ടുണ്ട്. അതേസമയം കോട്ടയം നഗരത്തോട് ചേർന്നുള്ള പഞ്ചായത്തുകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുവാർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം അല്പം കുറഞ്ഞു. എന്നാൽ കുമരകത്ത് വെള്ളം ഉയർന്നിട്ടുണ്ട്. ഒരാഴ്ച മഴ മാറി നിന്നാൽ മാത്രമേ വീടുകളിൽ നിന്ന് വെള്ളം ഒഴുകി പോവുകയുള്ളൂ. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ജില്ലയിലെ മറ്റ് താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വയനാട് പുളിഞ്ഞാൽ ഗവൺമെന്റ് സ്കൂള്, മക്കിയാട് ഹോളി ഫെയ്സ് സ്കൂള്, കൈത്തങ്കോലി ഗവൺമെന്റ് LP സ്കൂള് എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്, അതുപോലെ തന്നെ ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാസർഗോഡിലെ വീടുകളിലെ ഏറ്റവും വലിയ ആഘോഷം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: മഴ അവധി. വൈകുന്നേരമായാൽ ഫോണിൽ ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് തുറന്നു നോക്കുന്ന കുട്ടികൾ, നാളെയും അവധിയായിരിക്കുമോ എന്ന ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ. കഴിഞ്ഞ 4 പ്രവൃത്തി ദിവസങ്ങളായി കാസർഗോഡ് കണ്ടത് ഈ മനോഹരവും രസകരവുമായ കാഴ്ചകളായിരുന്നു. എന്നാൽ എല്ലാ ആഘോഷങ്ങൾക്കും ഒരു അവസാനമുണ്ടെന്നതുപോലെ ജില്ലാ ഭരണാധികാരിയുടെ മഴ അവധിക്കും താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. ജൂലൈ 31 മുതൽ തുടർച്ചയായി പ്രഖ്യാപിക്കപ്പെട്ട മഴ അവധികൾക്ക് ശേഷം നാളെ ജില്ലയിലെ സ്കൂളുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അതീവ സ്നേഹത്തോടെയും രസകരമായ ഭാഷയിലുമായി സ്കൂളിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഇത് ഒരു ഔദ്യോഗിക ഭാഷയിലായിരുന്നില്ല, മറിച്ച് കുട്ടികളോട് സംസാരിക്കുന്ന ഒരു മൂത്ത സഹോദരന്റെ ഭാഷയിലായിരുന്നു ആ കുറിപ്പ്. ആലസ്യം മാറ്റിവെച്ച് നാളെ മുതൽ ക്ലാസ്സിലേക്ക് പോകാം എന്ന് പറയുമ്പോഴും നിങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി ജില്ലാ ഭരണകൂടത്തിന്റെ മഴ ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തും എന്നൊരു ചിരി കലർന്ന വാചകം കൂടി ചേർത്തതോടുകൂടി കുട്ടികളുടെ മുഖത്ത് വീണ്ടും പ്രതീക്ഷയുടെ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴ വന്നാൽ വീണ്ടും ലീവ് കിട്ടാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന സന്തോഷം ആ ഒരു വാചകത്തിൽ പല കുഞ്ഞു മനസ്സുകളും കണ്ടെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജില്ലയിലെ മഴ കാരണം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വ്യക്തികളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ വന്നാൽ പോലും ആദ്യം എല്ലാവരും നോക്കുന്നത് കളക്ടറുടെ ഫേസ്ബുക്ക് പേജാണ്. ലീവ് പ്രഖ്യാപിച്ചോ, പോസ്റ്റ് വന്നോ, ഇനി 5 മിനിറ്റ് കാത്തിരിക്കാം എന്ന സംഭാഷണങ്ങൾ ഈ മഴക്കാലത്തും വീടുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും പതിവ് കാഴ്ചയായിരുന്നു. മാത്രമല്ല, സോഷ്യൽ മീഡിയ അതിനകം തന്നെ അദ്ദേഹത്തിന് നിരവധി വിശേഷണങ്ങൾ സമ്മാനിച്ചു കഴിഞ്ഞു. മഴക്കാല സൂപ്പർമാൻ, കുട്ടികളുടെ സ്വന്തം കളക്ടർ, ലീവ് കളക്ടർ, ഹോളിഡേ ഹീറോ, പൂക്കി കളക്ടർ എന്നിങ്ങനെ നിരവധി പേരുകളാണ് ട്രോളുകളും മീമുകളും അദ്ദേഹത്തെ ആഘോഷിക്കുന്നത്. മഴക്കാർ കണ്ടാൽ നമ്മുടെ കളക്ടർ ലീവ് പ്രഖ്യാപിക്കും, കാലാവസ്ഥാ വകുപ്പിനേക്കാൾ വിശ്വാസം കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിനാണ് എന്ന തരത്തിലുള്ള ട്രോളുകൾ ഈ ദിവസങ്ങൾ സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നു. ഈ മഴ അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് കുട്ടികൾ മാത്രമായിരുന്നില്ല. പല അമ്മമാർക്കും കഴിഞ്ഞ 4 ദിവസം ചെറിയൊരു പരീക്ഷണകാലം കൂടി തന്നെയായിരുന്നു. കുട്ടികൾ രാവിലെ മുതൽ രാത്രി വരെ വീട് മുഴുവൻ തലകീഴാക്കി. ഇനി സ്കൂൾ തുറക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നിങ്ങനെ അമ്മമാരുടെ രസകരമായ കമന്റുകളും സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ്. എന്തായാലും മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. സ്കൂളുകൾ പഴയപടി പ്രവർത്തിച്ച് തുടരുകയാണ്.